ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് മറിഞ്ഞ അപ്പം സമയം 6:30 കേട്ടോ, രാവിലെ 6:30 ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ പാലക്കാട് എത്തിയായിരുന്നേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ച് പുറത്ത് ഒരു ട്രിപ്പ് പോകാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടിയിലോട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ മണ്ണാർക്കാടിലോട്ട് ബസ്സിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് മണ്ണാർക്കാട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ അട്ടപ്പാടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ എൻ്റെ പ്രിയദർശിനി യാത്രയാണ് കേട്ടോ. ഞാൻ മിനിഞ്ഞാന്നാണ് ഫസ്റ്റ് ടൈം. കാരണം മാസം 1 പ്രിയദർശിനി ഇറങ്ങിയെങ്കിലും എനിക്കിതുവരെ കയറാൻ പറ്റിയില്ലായിരുന്നു. മിനിഞ്ഞാന്നാണ് ആദ്യമായിട്ട് ഞാൻ കയറുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കയറുന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടൊരു ഫ്രീ യാത്രയാണല്ലോ, ഞാനും കൊച്ചും കൂടി ഫ്രീ യാത്രയെ ആസ്വദിച്ച് ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവാണ്. രാവിലെ നല്ല മഴക്കമുണ്ടായിരുന്നേ, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ എന്താ പറയുക, ചെവിയിലോട്ട് കാറ്റൊന്നും അടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഹാറ്റൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് അവന് നല്ല ഉത്സാഹം ഉണ്ടായിരുന്നേ. അവന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനിങ്ങനെ JCB ഒക്കെ നോക്കി പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. തണുപ്പുണ്ടാകുമെന്ന് അറിയില്ല. പിന്നെ രാവിലെ നേരത്തെ എണീച്ചായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും അറിയില്ല, അവൻ നേരത്തെ കിടന്നുറങ്ങിയായിരുന്നു. ബസ്സിൽ തന്നെ ഉറങ്ങിയായിരുന്നു. ഞങ്ങൾ നെല്ലിപ്പുഴ പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അത് ഞാൻ ഇറങ്ങിയതോ ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയൊന്നും അവൻ അറിഞ്ഞില്ലായിരുന്നു. അത്രയും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നെല്ലിപ്പുഴ എത്തി. അപ്പോൾ അവിടെ വരാമെന്നാണ് പറഞ്ഞത് അവർ. എൻ്റെ ഫ്രണ്ടും അനിയത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബസ്സിൽ നിന്നിട്ട് കണ്ട അവൻ ഇപ്പോഴും പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവൻ എണീക്കുമ്പോഴേക്കും അവന് പാലും പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരാമെന്ന് പറഞ്ഞു. കഴിക്കാൻ ചെറുകടിയൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് പുറത്ത് പോയി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു കടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴൊന്നും അവൻ എണീച്ചിട്ടില്ലായിരുന്നില്ല. പിന്നെ കൊണ്ടുവന്ന ശേഷം എനിക്ക് കൈ വേദനിക്കുന്നു കരുതി ഏട്ടൻ പിടിച്ചു വെച്ചായിരുന്നു കേട്ടോ. ഏട്ടൻ എടുത്തായിരുന്നേ. അങ്ങനെ അപ്പോഴൊന്നും എണീച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാറി കൊടുത്തതോ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ എണീച്ചായിരുന്നു കേട്ടോ. എണീച്ചിട്ട് ഇതേതാ സ്ഥലം, ഞാൻ പാലക്കാട് വീട്ടിലായിരുന്നല്ലോ, വീട്ടിലല്ല ബസ്സിലായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവരെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങളെയും പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അട്ടപ്പാടി മുഴുവൻ കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓണ വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീച്ചല്ലോ, പിന്നെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവനും കൊച്ചിനും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള യാത്രയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഒന്നും കാര്യം പറയാനില്ല, രാവിലെ പെയ്ത മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയ ശേഷം വൈകുന്നേരം വരെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലുണ്ടായിരുന്നു. കാരണം മഴയുണ്ടെങ്കിൽ കുറച്ച് തണുപ്പും കോടമഞ്ഞൊക്കെ കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളെന്ത് കുറച്ച് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോയിൽ കാണുന്നതും കാട്ടി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ തണുപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി മഞ്ഞുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കും തണുപ്പ് പറ്റത്തില്ല. എനിക്ക് മാത്രമേ പറ്റാത്തുള്ളൂ കേട്ടോ. ഈ കൊച്ചിനും അച്ഛനും ഭയങ്കര ഇഷ്ടമുണ്ട്. ഏട്ടനും കൊച്ചിനൊക്കെ നല്ല തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പം ഞാൻ വൃത്തി കണ്ടിട്ട് പിന്നെ സ്വെറ്ററൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ ഒന്നും വേണ്ടി വന്നില്ലായിരുന്നു. പിന്നെ അവിടെ നിറയെ കുരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവനും ആദ്യമായിട്ടില്ല, രണ്ടാമത്തെ തവണ. ഇവന് വന്നു പഴനിക്ക് മൊട്ടയടിക്കാൻ പോയ സമയത്താണ് അവൻ കുരങ്ങിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അവൻ ഈ കുരങ്ങൾ ഓരോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരുന്നു അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അതിൻ്റെ ഇടയിൽ സംഭവം നടന്നേ. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി വന്നിട്ട് കുരങ്ങിനെ വാവ വന്നിട്ട് വിളിച്ചപ്പോൾ അത് കേൾക്കേണ്ട താമസം അതങ്ങ് ചാടി ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ജെല്ലിപ്പാറയിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നേ
അപ്പം നേരെ ഞങ്ങൾ ചുരമൊക്കെ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അവൻ കാറിൽ നിന്നിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് ഇരിക്കത്തില്ലായിരുന്നേ. ഒരുപാട് വലിയ ബഹളമൊന്നുമില്ല, കുറച്ച് ബഹളമുണ്ട് താനും. അപ്പം ഞാൻ അവനെ ഫ്രണ്ടിലോട്ട്, അതായത് ഏട്ടൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, അപ്പം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് മാറ്റിയായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവനാണ് ഭയങ്കര ഇഷ്ടം. കുറേ മരങ്ങളും പിന്നെ കിളികളുടെ കുറച്ച് സൗണ്ടുകളൊക്കെ കേട്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോ വിശേഷങ്ങളും ചെറിയ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത്. പിന്നെ ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം എന്താ പറയുക, തണുപ്പ് ഒരുപാടില്ലെങ്കിലും കൂടി പുറത്ത് കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്ര കാലം, അതായത് പാലക്കാട് ജനിച്ച് വളർന്നിട്ട് പോലും ഞാൻ ഇവിടെയൊന്നും വന്നിട്ടില്ല. മുമ്പ് എപ്പോഴോ ഒരു ജോബ് ഫെയറിന് വന്നു എന്നല്ലാതെ ഇങ്ങനെയൊന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പം അത് അവസ്ഥയിലായിരിക്കില്ലല്ലോ. ഇപ്പോഴും നോക്കണം, ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന്. അപ്പം അവന് ഇതേവരെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫ്രണ്ട് മിററിലൂടെ എല്ലാം കാണാൻ പറ്റുമല്ലോ. മിററിൽ എന്താണ്, അതിൽ കൂടെ എല്ലാം കാണാൻ പറ്റുമല്ലോ. നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ ഒരു സൈഡല്ലേ കാണുള്ളൂ, ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് എല്ലാ സൈഡും കാണാൻ പറ്റും, 2 സൈഡും കാണാൻ പറ്റില്ല. അവൻ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാഴ്ച കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു സൈഡ് ഞങ്ങൾ നിർത്തിയായിരുന്നു കേട്ടോ. അവിടെ നിർത്തിയിട്ട് നമുക്ക് പുറത്തിറങ്ങി കുറച്ചും കൂടി കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇറങ്ങേണ്ട താമസം ഇവൻ നേരെ പോയത് നടു റോട്ടിലാണ് കേട്ടോ. കാരണം വണ്ടികളൊന്നും വരാത്തതുകൊണ്ടൊന്നും അറിയില്ല, ഇവൻ നടു റോട്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ആ നടു റോട്ടിൽ നിന്ന് മാറില്ലായിരുന്നു. ഈ സൈഡ് നിൽക്കണമെന്നും കൂടി പറഞ്ഞാൽ മാറില്ല, ഫുള്ള് നടു റോട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അച്ഛനും മോനും കൂടി ഓടിച്ചാടിയും കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മളമ്മ ഔട്ട്, ഞാൻ പണ്ടേ ഔട്ടായി. പിന്നെ അച്ഛനും മോനും കൂടി കുറേ നേരം കളിച്ച് ജസ്റ്റ്, അവനതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കളിച്ച് രസിച്ചിരുന്നു. ആരടുത്തും പോണില്ല കേട്ടോ ചെക്കൻ ഫുള്ളും അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നേ. ഞാൻ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അച്ഛനും മോനും കൂടി ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതൊക്കെ. അവനാരും വേണ്ടായിരുന്നു, അപ്പം അച്ഛൻ മാത്രം മതിയായിരുന്നേ. അപ്പം അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അയ്യടാ വേണ്ട ചേട്ടാ അങ്ങോട്ടൊക്കെ പോകണോട്ടേക്ക് പേടിയാവുന്നു കേട്ടോ. ഇവനത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടോ അവനെ നേരെ കാറിലോട്ട് കയറ്റിയിട്ട് അവന് വരണ്ടായിരുന്നു, ഇവിടെ ഇന്ന് കളിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തും കൂടി നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇവിടെ വേറൊരു വഴിയുണ്ട്, നമുക്ക് അതിനുള്ളിൽ പോയിട്ട് വല്ലതും കാണാൻ പറ്റുക. പിന്നെയാണ് അറിഞ്ഞത് അതൊരു വീട്ടിലോട്ടുള്ള വഴിയായിരുന്നു. അവിടെയാണ് ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സാഹസികം മുതിരാൻ നിന്നില്ല. അവിടെ വെച്ചിട്ടുള്ള ഫോട്ടോസ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവിടെ പിന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് കുറച്ച് ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നേ. ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇറങ്ങണമെന്നില്ലല്ലോ, എങ്ങോട്ട് പോകണമെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ സൈലൻറ്റ് വാലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പോണ വഴിയിലാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സൈലൻറ്റ് വാലിയിൽ 1 മണി വരെ എന്തോണം കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കയറാൻ നിന്നില്ല, കാരണം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു 11:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. 12 മണിയോളം എടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കയറണ്ട. പിന്നെ ഞങ്ങളുടെ ഈ വണ്ടി കയറ്റത്തില്ലല്ലോ, അവരുടെ വണ്ടിയിലല്ലേ നമുക്ക് പോകാൻ പറ്റില്ല. ഒന്നില്ലേ ജീപ്പ് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ബസ്സിൽ തന്നെ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പോയില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ നേരെ കയറിയതൊക്കെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയായിരുന്നേ. എന്നിട്ട് പോണ വഴിക്ക് ഞങ്ങൾ കാഞ്ഞിരപ്പുഴ
ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാഞ്ഞിരപ്പുഴ ഡാമും കൂടി കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചായിരുന്നു. കാഞ്ഞിരപ്പുഴ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചായിരുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ നേരെ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് എന്താ പറയുക, ഇവന് പൊരിയുണ്ട വാങ്ങിച്ചായിരുന്നു കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമല്ലോ കരുതിയിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പോയത് നേരെ കാഞ്ഞിരപ്പുഴയ്ക്ക് തന്നെയാണ്. If we tried it, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on. അപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ എത്തിയപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ പോയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇവനിപ്പോഴും കാറിൽ ഭയങ്കര കളിയാണ് കേട്ടോ. ചില സമയത്ത് ചില രീതിയിലൊക്കെ ഇരിക്കും. പിന്നെ ഇപ്പോൾ ഓക്ടോപ്പസിനെ വെച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡാമിലോട്ട് പോണ വഴി അവൻ നല്ല ഉറക്കത്തിലായിരുന്നു, കാരണം സമയം 12:30 കഴിഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡാം എത്തിയിട്ട് അവനെ എണീച്ചത്. അതുവരെ അവൻ നല്ല സുഖമായ ഗാഢനിദ്രയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം പോയത് കാഞ്ഞിരപ്പുഴയുടെ ബാക്ക് സൈഡിൽ ഡാമിലാണ് കേട്ടോ. അതായത് നമ്മൾ മെയിൻ വഴിയല്ല, ഞങ്ങൾ ബാക്കിലൂടെ പോയത്. അപ്പോൾ തന്നെ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ മലമ്പുഴ കവയൊക്കെ പോലെ തോന്നിയായിരുന്നു കേട്ടോ. അതുമല്ല, പിന്നെ എൻ്റെ മാമൻ്റെ മീനാക്ഷിപുരത്തോട് ഡാമുണ്ട്, അവിടെയൊക്കെ പോയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പേടിക്കണ്ടല്ലോ എന്ന് കരുതി അവൻ ചെരുപ്പിട്ടില്ലായിരുന്നു കേട്ടോ, കുഞ്ഞ് ചെരുപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുല്ലല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവനെ താഴെ ഇറക്കി. പിന്നെയാണ് അറിഞ്ഞത് അവിടെ മുഴുവനും ഈ കുപ്പിച്ചില്ലായിരുന്നു കേട്ടോ. അതായത് നമ്മളെ മദ്യത്തിൻ്റെയൊക്കെ കുപ്പി ഉണ്ടാവില്ല, അതൊക്കെ പൊട്ടിക്കിടക്കുന്ന ചില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അതറിഞ്ഞത്. അപ്പം അതായത് ഇവരുടെ ഈ ബീറിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ കുപ്പികൾ ഉടഞ്ഞതുണ്ടാവില്ല, അത് പിന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ കാലൊക്കെ നോക്കിയായിരുന്നു, കാലിലൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ടൊരു വലിയ സമാധാനം. കാരണം അവൻ ചെരുപ്പിട്ടിട്ടില്ലായിരുന്നേ. വലിയത്തെ കളിച്ചു എന്നൊക്കെ പറയുകയും ചെയ്തു. ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ലുമാണ്. അവൻ ചെരുപ്പിടാത്ത അവൻ ഉറങ്ങുമായിരുന്നല്ലോ, അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് അവനെ ഉറക്കത്തിൽ നിന്ന് എണീച്ചത്. പിന്നെ അങ്ങനെ ഈ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ ഗാർഡനിലോട്ട്, അതായത് നമ്മൾ എന്താ പറയുക, പാർക്കോ അങ്ങനെ എന്തോ, കാഞ്ഞിരപ്പുഴ ഡാമിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇവിടെയാണ് ശരിക്കും ഇവൻ കൂടുതലായിട്ട് എൻജോയ് ചെയ്തത്, കാരണം ഇവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവൻ കണ്ടത് ഒരു ആനയുടെ ഒരു ശില്പമായിരുന്നു കേട്ടോ, ഒരു പ്രതിമയായിരുന്നു. അവൻ അതിൽ ആന പറഞ്ഞ് നടക്കുന്നുണ്ട്, കാരണം അവൻ ആനയെ അറിയാം, നമ്മൾ ഫോണിലും ടി വിയിലൊക്കെ കണ്ടിട്ട് അവൻ അറിയാമായിരുന്നു. അപ്പോൾ അവൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആന പറഞ്ഞിട്ട് ശരിക്കത്തുള്ള ആനയെ പറഞ്ഞിട്ട് അവൻ ആക്ഷൻ കാണിക്കണം, ആന എങ്ങനെ നിൽക്കണമെന്നൊക്കെ കാണിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ആൾ ഉള്ളിലോട്ട് പോവുക എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് കൊണ്ടുപോവുക ചെയ്തത്. കാര്യം അവൻ നല്ല ഭംഗിയുണ്ടെങ്കിലും എനിക്കിപ്പോൾ മലമ്പുഴയൊക്കെ പോയൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ ഡാമിലോട്ട് പോകുമ്പോഴും ഒരേ ഫീൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണത് കാണുന്നത്. അപ്പോൾ ഞാൻ ചുറ്റുമൊന്നൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ കാര്യം ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ച് വെയിലൊക്കെ താന്നിട്ട് ഒരു 3-4 മണിയാകുമ്പോൾ നമുക്ക് പാർക്കിലോട്ടൊക്കെ പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ടെൻറ്റ് പോലത്തെ ഒരു സാധനം, അല്ല ഒരു ചെറിയൊരു മണ്ഡപം പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവരൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ട് കുറച്ച് നേരം കുറേ നേരം കളിക്കുമായിരുന്നു കേട്ടോ. അതിനിടയിൽ അവിടെ ഒരു പട്ടിയെ കണ്ടായിരുന്നു. ആ പട്ടി നമ്മുടെ വീട്ടിലെ പട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അവൻ അതിനെ പോയിട്ട് തല്ലാനൊക്കെ പോയായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു, കാരണം വേറെ പട്ടിയാണ്, നമുക്കത് എങ്ങനെ ചെയ്യും നമുക്കറിയില്ലല്ലോ, തിരിച്ച് കടിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ശരിക്കും പേടിച്ചായിരുന്നേ. അവർക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് വെയിലൊക്കെ ആയതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവന് ബാത്റൂമിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ അച്ഛനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. പ്രേമിട്ടൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഇത് വിളിച്ച് ശല്യപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം ഇവനെ ഗതി കേട്ടിട്ട് അപ്പുറത്ത് പോയി കിടന്നു. ഇവിടെ പേടിച്ചിട്ട് അവിടെ പോയി കിടന്നപ്പോൾ അവിടെയും പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെ കളിപ്പിക്കാൻ വേണ്ടി പാർക്കിലോട്ട് പോകാൻ അവിടെയാണ് പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കണ്ടിട്ട് എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവന് മാങ്ങ കൊണ്ടു കൊടുത്തു. ഇവൻ അതും കഴിച്ചുകൊണ്ടിരിക്കണുണ്ട്. എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല പുളിപ്പുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. പിന്നെ ഇവൻ എങ്ങനെ കഴിച്ചെന്നറിയില്ല. ഇവനെ ഏട്ടന് മാങ്ങയാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ പൈനാപ്പിളാണ് വാങ്ങിച്ചത്. 1 2 3 വാങ്ങിച്ചായിരുന്നു. എനിക്കിഷ്ടമുണ്ട് പൈനാപ്പിൾ. പണ്ട് മുതലേ ഞങ്ങൾ മലമ്പുഴയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു. ഇപ്പം ഇന്ന് എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കും, ഇവൻ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം ശരി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും കൂടി. പിന്നെ ഞങ്ങൾ നേരെ വാങ്ങിച്ചത് ഐസ്ക്രീമായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ച ഐസ്ക്രീമായിരുന്നു. കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇവന് ഐസ്ക്രീം ചോക്ലേറ്റിന് അധികം കൊടുക്കാറില്ല. പിന്നെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും കഴിക്കണം കണ്ടപ്പോൾ ഒന്ന് കൊടുത്തൊന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ കൊടുക്കാറൊന്നും ഇല്ലായിരുന്നേ. അവന് ആദ്യമൊന്നും കഴിക്കാൻ അറിയില്ല. ആദ്യമൊക്കെ മര്യാദയ്ക്ക് കഴിച്ചു. പിന്നെ അടിയിലെത്തിയപ്പോൾ അവൻ എന്ത് കഴിക്കണമെന്ന് അറിയില്ല കേട്ടോ. അവസാനം ഇതൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ പ്രേമത്തിൻ്റെ ഏട്ടൻ അവരുടെ ഐസ്ക്രീം എടുത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇവന് സത്യമായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളതും കൊടുക്കാറില്ലല്ലോ. പിന്നെ ഇവന് ആണ്ടിൽ അമാവാസി പോലെ കിട്ടുന്ന സാധനം അവന് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നു. കുട്ടികളല്ലേ ആരായാലും. എനിക്ക് ചെറുപ്പത്തിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഐസ്ക്രീമൊന്നും കഴിക്കാൻ പാടില്ല. ഐസ്ക്രീമെന്നല്ല, നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം അതിൽ കൂടുതലും മധുരമാണ് അടങ്ങിയിരിക്കുന്നത്, പഞ്ചസാരയുടെ പല ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ ആഴത്തിൽ, എനിക്കൊരു കൊച്ചുണ്ടായപ്പോഴാണ് ഞാൻ ആഴത്തിൽ അതിനെ ചിന്തിച്ചിരുന്നത് കേട്ടോ. എന്ന് കരുതി ഞാൻ കഴിക്കാതെ ഒന്നും ഇരിക്കില്ല, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. കൊച്ചിനധികം കൊടുക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളായിട്ട് അവരുടെ ആരോഗ്യം കളയണ്ടല്ലോ എന്ന് കരുതി ഐസ്ക്രീം നല്ല ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. ബിസ്ക്കറ്റ് പോലും ഞാൻ കൊടുക്കത്തില്ല. കാരണം ബിസ്ക്കറ്റൊക്കെ കൊടുത്തതിന് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ബിസ്ക്കറ്റൊന്നും കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത് പോണ വഴി അവൻ കളിക്കും, നല്ല രസമുണ്ടായിരുന്നു. കാരണം പച്ചപ്പല്ല, എനിക്ക് പിന്നെ പേടിക്കണ്ട, വണ്ടിയാണ് എനിക്ക് പേടി. വണ്ടികളൊന്നും പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കളിക്കാൻ വിട്ടായിരുന്നു. കുറച്ച് നേരം ഓടിയാൽ മതിയല്ലോ, അവൻ്റെ കൂടെ ഓടിയാൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ കളിക്കാൻ വിട്ടായിരുന്നേ. പിന്നെ അത് ഞങ്ങൾ നേരെ പാർക്കിലോട്ടൊക്കെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് ഈ സാധനത്തിൻ്റെ ഈ റൈഡിൻ്റെ എന്നാ പറയുക എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഉരുസി വീഴില്ലേ, അതിനെന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവൻ ഇതിൽ ഫുൾ ടൈം ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ആ കൊച്ച് എല്ലാവരും നോക്കിയിട്ട് ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ സെയിം പ്രായം, 2 വയസ്സൊക്കെ തന്നെയുള്ള, പേരൊന്നറിയില്ല. അപ്പോൾ ആ കൊച്ച് എല്ലാവരും നോക്കി ടാറ്റ കാട്ടണം. അപ്പോൾ ഇവനും ചെറിയൊരു അസൂയൊക്കെ മുളച്ച് വന്നിട്ട് എല്ലാവരും നോക്കി ടാറ്റ കാട്ടുന്നുണ്ട്, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൊച്ച് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇവനും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ആ കൊച്ചുള്ളത് കൊണ്ടൊന്നറിയില്ല, അവൻ നന്നായിട്ട് ഫുൾ റൈഡിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ച് നന്നായിട്ട് സഹകരിക്കുന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വിട്ടു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭംഗിയല്ല, അവരുടെ ഈ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെങ്കിൽ നമ്മൾ ആ ചെറുപ്പകാലത്തേക്ക് പോകുമല്ലോ. ഞാനിങ്ങനെ കുഞ്ഞിലേക്ക് ഞാനും അനിയനും കൂടി ഞങ്ങളുടെ കോട്ടമൈതാനത്ത് ഒരു പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയിട്ട് കുഞ്ഞിലേക്ക് കളിക്കുകയായിരുന്നു കേട്ടോ. ശനിയാഴ്ച മാത്രം ഞങ്ങളെ വീട്ടിലായിരുന്നു, ബാക്കി ദിവസം സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അറിയാതെയൊക്കെ ഞങ്ങൾ മേഴ്സി കോളേജിൽ സുബിക്സ് പാർക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞങ്ങൾ പോയി തനിയെ കളിക്കാൻ, വീട്ടുകാരൊന്നും അറിയാതെ പോയി കളിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഓർമ്മ വരും ഇവർ കളിക്കുന്നത് കാണുമ്പോൾ. നമുക്ക് നമ്മുടെ കാലമാണല്ലോ ഓർമ്മ വരുന്നത്. അവൻ തോന്നി എല്ലാം കുറേ റൈഡ് ഉണ്ടായിട്ട് പോലും അവൻ ഒരൊറ്റ റൈഡ് മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ സെയിം ഇങ്ങനത്തെ ഈ ഉരസുന്ന പോലത്തെ 1 2 3 റൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാത്രം അവൻ കളിക്കുന്നുള്ളൂ, വേറെ ഒന്നിലും കളിക്കുന്നില്ല.
അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, അത് ഡാമിൻ്റെ ഒരു സൈഡ് നമ്മൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഉച്ചയായതുകൊണ്ട് ഇല്ലായിരുന്നേ, ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം, ഒത്തിരി നേരം കളിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നേ. ഒത്തിരി നേരം അവൻ അത്യാവശ്യം എന്താ പറയുക, മാക്സിമം കളിക്കുന്നതിൻ്റെ മാക്സിമം കളിച്ചിട്ടാണ് കേട്ടോ അവൻ ഇറങ്ങിയത്. കാരണം നമ്മൾ പുറത്തൊന്നും അധികം ഇങ്ങനെയുള്ള അവൻ കണ്ടിട്ടില്ലല്ലോ, പാർക്കൊന്നും അധികം കാണാത്തതുകൊണ്ട് അവൻ മാക്സിമം ഈ സമയത്ത് കുറച്ച് കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവിടെ മാക്സിമം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം കേട്ടോ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോയത്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ചായയും കഴിച്ചത്, ചായ കുടിച്ചത്. അതിന് ശേഷം പിന്നെ അവൻ കുറച്ച് നേരം അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ മുറ്റത്ത് ഒത്തിരി കളിക്കുകയായിരുന്നു. നോക്കണ്ട, അവൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അവൻ ആദ്യം ചെയ്ത കാര്യം ഡ്രസ്സ് തയ്ക്കുക എന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയോടാണ് എടുത്തിട്ടാണ് കേട്ടോ, 7 മണി 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയത്. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയായിരുന്നേ. മണ്ണാർക്കാട് ടൗണിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ് കയറി പോകുമായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതും സെയിം, എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു പ്രിയദർശിനിയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ബസ്സിലേക്ക് കയറി ഞങ്ങൾ സുഖമായി. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീടെത്തിയത് തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അതുവരെ ഞങ്ങൾ ഫുൾ യാത്രയായിരുന്നു. അങ്ങനെ ബസ്സിലാക്കി. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ കൊച്ചെടുത്തുണ്ടായിരുന്നതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ നന്നായിട്ട് എന്നെ തോളത്ത് കിടന്നിട്ട് സുഖമായി ഉറങ്ങിയായിരുന്നേ. അങ്ങനെ അവൻ ഉറങ്ങിയിട്ട് ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു 10 മണി കഴിഞ്ഞായിരുന്നു. അപ്പം സുഖമായി ഉറങ്ങി ഞങ്ങൾ വീടൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.